Dear friends, we can start our class Learn English Grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു വന്നത് ആക്റ്റീവ് വോയിസിലെ 12 വാചകങ്ങൾ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം പ്രസൻറ്റൻസ്, പിന്നെ പാസ്റ്റ് ടെൻസ്, പിന്നെ ഫ്യൂച്ചർ ടെൻസ്, അങ്ങനെ 12 വാചകങ്ങൾ. ഈ 12 വാചകങ്ങളും ആക്റ്റീവ് വോയിസിലായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് എന്നറിയാം? വേർ വി ഗീവ് ഇമ്പോർട്ടൻസ് ടു സബ്ജക്റ്റ്, അതിന് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയും, അല്ല ആക്റ്റീവ് വോയിസ് എന്ന് പറയും. എവിടെയാണോ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് എഴുതുന്നത് അത് ആക്റ്റീവ് വോയിസാണ്, കർത്തരി പ്രയോഗമാണ്. അറ്റ് ദ സെയിം ടൈം വെൻ വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് പാസീവ് വോയിസ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തൊരു വാചകം എഴുതുകയാണെങ്കിൽ അത് പാസീവ് വോയിസിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് അറിയാം? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് പാസീവ് വോയിസിലെ ക്ലാസ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം പ്രസൻറ്റ് ടെൻസിലെ 4 വാചകത്തിന് പാസീവ് ആക്കി എഴുതിയിരിക്കുന്നു. ഞാൻ പ്രിൻസിപ്പിളും കൂടി പറഞ്ഞു തരുന്നുണ്ട്, അത് എഴുതിയിട്ടില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്റ്റീവ് വോയിസിൽ നമ്മൾ 12 വാചകങ്ങൾ എഴുതി. അതിൽ ഇന്ന് പ്രസൻറ്റ് ടെൻസിലെ 4 വാചകങ്ങളാണ് പാസീവ് ആക്കാൻ പോകുന്നത്. ഈ പാസീവ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസൈഡ്, വി ഷുഡ് അഫേം, കൺഫേം ആ വാചകത്തിന് ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ദ സെന്റൻസ് ദോസ് ഹു ഹാവ് ഒബ്ജക്ട്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു പാസീവ് വോയിസ്. ഒബ്ജക്റ്റുകളുള്ള വാചകങ്ങളെ മാത്രമേ പാസീവാക്കി മാറ്റപ്പെടാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, പാസീവ് ആക്കാൻ പറയുമ്പോൾ അതിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തണം. ഒബ്ജക്റ്റ് ഉള്ള വാചകത്തിലെ ക്രിയകളെ സകർമ്മക ക്രിയ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വർബെന്നും, ഒബ്ജക്റ്റ് ഇല്ലാത്ത വാചകത്തിലെ ക്രിയകളെ ഇൻട്രാൻസിറ്റീവ് വർബെന്നും പറയും. എന്ന് പറഞ്ഞാൽ അകർമ്മകം. സകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മം ഉള്ളത്, അകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർമ്മം ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക? യു ആസ്ക് ദ സെൻറ്റൻസ്. ആരെ, ആർക്ക്, എന്ത്, എന്തിനേന്ന് ഒരു വാചകത്തിനോട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടെങ്കിൽ ആ വാചകത്തിലെ ക്രിയ സകർമ്മകമാണ്. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ സെന്റൻസ് ഹാസ് നോ ആൻസർ, ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ഹാസ് നോ ആൻസർ, അപ്പം അതിന് എന്തില്ല? കർമ്മമില്ല. അതുകൊണ്ട് അതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഞാനൊരു മാങ്ങ തിന്നു. എന്ത് തിന്നു? മാങ്ങ തിന്നു. ഞാൻ അമ്പലത്തിലേക്ക് പോയി. എന്ത് പോയി? ആരെ പോയി? എന്തിനെ പോയി? ഉത്തരവില്ലല്ലോ. എവിടേക്ക് പോയെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ആയതുകൊണ്ട് ആ വാചകത്തിൽ ഞാൻ അമ്പലത്തിലേക്ക് പോയി എന്നുള്ള വാചകത്തിൽ വെൻ്റ് അല്ലെങ്കിൽ ഗോ എന്ന് വരുന്ന ക്രിയ സകർമ്മകമല്ല. കാരണം അതിൽ കർമ്മം ഇല്ല. കാരണം ആരെ, ആർക്ക്, എന്ത് എന്നതിനുള്ളിലെ ഉത്തരം ആ വാചകം പറയുന്നില്ല. അതേസമയം ഞാനൊരു മാങ്ങ തിന്നു എന്ന് പറഞ്ഞാൽ എന്ത് തിന്നു പറയുന്നുണ്ട്. ഞാൻ രാമനെ കണ്ടു. ആരെ കണ്ടു? രാമനെ കണ്ടു. ഞാൻ വഴിയിൽ വെച്ച് അവന് ഒരു പേന കൊടുത്തു. എന്ത് കൊടുത്തു? പേന കൊടുത്തു. അപ്പോൾ എല്ലാത്തിനും ഉത്തരവുണ്ട്. ഉത്തരമുള്ള വാചകത്തിലെ അപ്പോൾ വാചകം ചോദിക്കുക. എന്താ ചോദിക്കട്ടെ? ആരെ, ആർക്ക്, എന്ത്, എന്തിന്. ആരെ, ആർക്ക് എന്ന് പറയുന്നത് ഹൂസ്, ഹും, വാട്ട്, ഹൂസ് എന്ന് ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ടെങ്കിൽ ആ വാചകം സകർമ്മകമാണ്. അതിനെ നമുക്ക് പാസീവ് ആക്കാൻ പറ്റും. എല്ലാ വാചകത്തിനെയും പാസീവ് ആക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏത് വാചകത്തിനെയും ഇപ്പോൾ പാസീവ് ആക്കാൻ പറ്റുക? കർമ്മമുള്ള വാചകത്തിനെ മാത്രമേ പാസീവ് ആക്കാൻ പറ്റുകയുള്ളൂ. കർമ്മമുണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? ആ വാചകത്തിനോട് ചോദ്യം ചോദിക്കുക. എന്ത് ചോദ്യം? ആരെ, ആർക്ക്, എന്ത്, എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടെങ്കിൽ ആ ഉത്തരമാണ് കർമ്മം. അപ്പം ആ ഉത്തരം കർമ്മം കണ്ടെത്തി. കർമ്മമുള്ള വാചകത്തിൽ ആ ക്രിയ എന്ത് ക്രിയയാണ്? സകർമ്മക ക്രിയ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് വർബ്. കർമ്മമില്ലാത്ത ക്രിയയോ അത് ഇൻട്രാൻസിറ്റീവ് വർബ്, അകർമ്മകമാണ്. ആ കർമ്മം എവിടെയാണ്? അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി പാസീവ് വോയിസിലേക്ക് കിടക്കാം. ഇനി ആദ്യമായിട്ട് ഇനി ബോർഡിലേക്ക് നോക്കാം. നമ്മൾ സിമ്പിൾ പ്രസന്റിലെ ഒരു വാചകം, ഹി റൈറ്റ്സ് എ നോവൽ. റൈറ്റ്സ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് സിമ്പിൾ പ്രസന്റ് ആണ്. ഹിയർ എന്നുള്ളത് ദേ ആണെങ്കിൽ റൈറ്റിനെ വരുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ തേർഡ് പേഴ്സണോ സിംഗുലറോ ആണെങ്കിൽ, സബ്ജക്റ്റ് തേർഡ് പേഴ്സണോ സിംഗുലറോ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എസ് കൂട്ടണം അല്ലെങ്കിൽ എസ് കൂട്ടണം. എന്താ ഞാൻ സിംഗുലറോ തേർഡ് പേഴ്സണോ എന്ന് പറയുന്നത്? കാരണം തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്. കേട്ടില്ലേ? ആ ഹി, ഷീ, ഇറ്റ് എന്നുള്ളതാണ് തേർഡ് പേഴ്സൺ. അപ്പോൾ തേർഡ് പേഴ്സണോ സിംഗുലറോ ആവണം.
തേർഡ് പേഴ്സണോ സിംഗുലറോ ആണെന്ന് പറഞ്ഞത്. അതേസമയം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഐ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു സിംഗുലർ അല്ലേ, അപ്പൊ അത് പക്ഷെ അത് തേർഡ് പേഴ്സൺ അല്ല, ഫസ്റ്റ് പേഴ്സൺ ആണ്, പൂജക ബഹുവചനമാണ്. അതുകൊണ്ട് ഐ കണ്ട എസ് ചേർക്കേണ്ട കാര്യം ഇല്ല, കാരണം അത് പൂജകനാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആവും സിംഗുലറോ ആവുമ്പോഴേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിനോട് കൂടി എസോ എസോ ചേർക്കേണ്ട കാര്യമുള്ളൂ. അതിന്റെ പാസീവ് വോയിസ് എന്താ നോക്കൂ, ഒബ്ജക്റ്റ് ഏതായാലേ എ നോവൽ, എന്ത് അവൻ എന്ത് എഴുതി, നോവൽ എഴുതി. അപ്പൊ എന്തെന്ന് ഉത്തരവുണ്ട്, ആ നോവൽ എന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കുക, തുടക്കത്തിൽ കൊടുക്കുക, ഇമ്പോർട്ടൻസ് ഇങ്ങോട്ട് കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക. നേരത്തെ നമ്മൾ ഈ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് ചെയ്ത് കൊടുക്കുന്നു, ഒബ്ജക്റ്റ് കൊടുക്കുന്നു. ഒബ്ജക്റ്റിനെ വെച്ച് എങ്ങനെ വരുന്നത്, റൈറ്റ്സ് എന്നുള്ള വെർബ് പോയിട്ട് പ്രെഡിക്കേറ്റ് കൂടെ എന്തായി മാറുന്നു, എ നോവൽ ഈസ് റിട്ടൺ ബൈ രാമ, ബൈ ഹിം. എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം, ഹി എന്നുള്ളത് എന്തായി, ബൈ ഹിം. അതിന് അർത്ഥം ഒരു നോവൽ അവനാൽ എഴുതപ്പെടുന്നു. അപ്പൊ റൈറ്റ്സ് എന്ന് പോയിട്ട് പാസീവ് ആയപ്പോ ഈസ് റിട്ടൺ ആയി, സിമ്പിൾ പ്രസന്റ് ആണ്, ഈസ് റിട്ടൺ ആയി. ആ ഈസ് റിട്ടൺ ആയതിന്റെ അർത്ഥം എന്താ, എഴുതപ്പെടുന്നു. അപ്പൊ എ നോവൽ എന്നുള്ളത് നോവൽസ് ഈസിന്റെ സ്ഥലത്ത് എന്താ വരിക, ആർ റിട്ടൺ ആവും. നോവൽസ് ആവുമ്പോൾ ബഹുവചനം ഈസ് ആർ. അപ്പൊ ഈസ് എം ആർ പ്ലസ് V3 കണ്ടാൽ അത് പാസീവ് വോയിസ് ഉള്ള വെർബാന്ന് മനസ്സിലാക്കാം. അതിന്റെ അർത്ഥം ഈസ് എം ആർ റിട്ടൺ എഴുതപ്പെടുന്നു എന്നാണ്. അപ്പൊ സിമ്പിൾ പ്രസൻസിനെ പാസീവ് ആക്കാൻ നിങ്ങൾ പഠിച്ചു. അതിനെന്ത് മാറ്റം വരെ, റൈറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ് പോയിട്ട് ഈസ് എം ആർ റിട്ടൺ വരും, നോവൽസ് വരും. രണ്ടാമത്തെ വാചകം, ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പറയുക, ഈസ് എം ആർ പ്ലസ് ഐ എൻ ജി കണ്ടാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ അർത്ഥം എന്താ, എഴുതുകയാകുന്നു. അത് ഒബ്ജക്റ്റ് ഏതാ, എന്താ എഴുതണേ, നോവലല്ലേ, നോവൽ കൊണ്ടുവരുമോ, എ നോവൽ ഈസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഇങ്ങനെ മാറ്റം വരുത്തണം, പഠിക്കേക്ക് ഈസ് റൈറ്റിംഗ് പോയിട്ട് ഈസ് ബീങ് റിട്ടൺ ആയി മാറും, ബൈ ഹിം ആയി. അതിന്റെ അർത്ഥം എന്താ വരിക, ഒരു നോവൽ അവനാൽ എഴുതപ്പെടുകയാകുന്നു. എഴുതുകയാകുന്നു എന്നുള്ള ആക്റ്റീവ് വോയിസിന്റെ അർത്ഥം മാറി എഴുതപ്പെടുകയാകുന്നു എന്നായി. അപ്പൊ പാസീവ് വോയിസിൽ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ കാര്യം, ഒക്കെ പെടുക എന്നുള്ള അർത്ഥം വരും, മറ്റുള്ളവരാ ചെയ്യപ്പെടുക. അപ്പൊ നോക്കൂ, ഹി ഹാസ്, അപ്പൊ അതിന്റെ പാസീവ് എന്താ വരിക, ഈസ് എ നോവൽ ഈസ് ബീങ് റിട്ടൺ. നോവൽസ് ആണെങ്കിലോ ആർ ബീങ് റിട്ടൺ ആവും. അപ്പൊ ഈസ് എം ആർ പ്ലസ് ബീങ് പ്ലസ് V3 എന്ന് വരണം. അപ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് എന്ന് മനസ്സിലാക്കുക. എഴുതുകയാകുന്നു, എഴുതപ്പെടുകയാകുന്നു. ഇനി 3, he has written a novel. പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അറിയാം. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് അറിയാം. എന്തായാലും അർത്ഥം, അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടെന്നുള്ള എന്തൊക്കെ വരിക, ഹാസ് ഓർ ഹാവ് പ്ലസ് റിട്ടൺ എഴുതിയിട്ടുണ്ടെന്നായി. ഈ നോവൽ കൊണ്ടുവരും, എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താ ഹാസ് ബീൻ. അപ്പൊ നോവൽസ് ആണെങ്കിലോ എ നോവൽ, നോവൽസിനെ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം, എഴുതപ്പെട്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിലും പെട്ടു. Then last one, present continuous, present tense last one, present continuous. He has been writing a novel, present perfect continuous. എന്നതിന്റെ അർത്ഥം അവൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പാസീവ് ഇല്ല. ഇറ്റ് ഹാസ് നോ പാസീവ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം 4 പ്രസന്റ് ടെൻസിലെ 4 3 പാസീവ് ഉള്ളൂ. ഇതേപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും അങ്ങനെ തന്നെ, മനസ്സിലായില്ലേ. ഫ്യൂച്ചർ ടെൻസിൽ 2 പാസീവ് ഇല്ല. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ 12 വാചകവും പാസീവ് വോയിസിൽ 8 വാചകമാണ് ഉണ്ടാകും. അങ്ങനെ 20 ടെൻസാണ് നമ്മൾ പറയുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം, ഇതിലെ പ്രിൻസിപ്പൽ എന്താണെന്ന് ആ വരച്ച ഭാഗം നല്ലോണം എഴുതി പഠിക്കണം. ഒരു വാചകം എടുത്ത് എഴുതിയിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കോ. ഒരാഴ്ച കൊണ്ട് ഒരു ദിവസം ഒരു ഗുളിക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം എഴുതാം. ഐ ബൈ എ കാർ, അങ്ങനെ എടുത്താൽ ഹി ബൈസ് എ കാർ, ഐ സി എ സിനിമ, ഐ റീഡ് എ നോവൽ. അങ്ങനെയുള്ള ഓരോ എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഈ 12 വാചകവും കാണാപ്പിടിയാക്കും, 20 വാചകവും കാണാപ്പിടിയാക്കും. പാസീവ് ആക്റ്റീവും കാണാപ്പിടിയാവും. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കി എഴുതി പഠിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. പാസീവ് പ്രസന്റ് ടെൻസിലെ 1004 3 പാസീവ് ഉള്ളൂ, 4 പാസീവ് ഇല്ല. എന്താ പാസീവ് ഇല്ലാത്തത് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരാണ് ഇത് ഉണ്ടാക്കിയത്, അവർ പറഞ്ഞത് വേണ്ടാമെന്ന്. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പറ്റാണ്ടൊന്നല്ല. CV രാമന്മാരെ കൂടി ഉണ്ടായിരുന്നു, അതുപോലെ വലിയ വലിയ പ്രൊഫസർമാരോട് ഉണ്ടായിരുന്നു, അവരൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. പിന്നെ നമ്മളായിട്ട് കാര്യമില്ല. അപ്പം ഇത്രയും കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കേട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും
നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ വേണ്ട പോലെ സബ്സ്ക്രൈബ് ചെയ്യുക.